ചില മനുഷ്യർക്ക് ഇതൊക്കെ ഇങ്ങനെ മതവിദ്വേഷം പ്രചരിപ്പിച്ചാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്ന് നിലവന്നാൽ എന്താ ചെയ്യുക? എന്തായാലും മതവിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിന്റെ അറസ്റ്റ് അല്പസമയത്തിനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സമയം 9:34 ആയിട്ടുണ്ട്. നമുക്കൊപ്പം അഞ്ജന അനിൽകുമാർ പി സി ജോർജിന്റെ വീട്ടിൽ നിന്നും സ്റ്റേഷനിൽ നിന്ന് നമുക്കൊപ്പം അലി അക്ബർ ഷായുമുണ്ട്. ഞാനൊന്ന് സ്റ്റേഷനിലേക്ക് പോയിട്ട് വരാം. അവിടെ ഇപ്പോൾ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഉണ്ട്. വീട്ടിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അഞ്ജന അനിൽകുമാർ ഇല്ല, ഇപ്പോൾ ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പാർട്ടി പറയുന്നുണ്ട്. എന്നാലും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി എന്തായാലും ഹാജരാകുമെന്ന് പി സി ജോർജ് അല്ലേ പറഞ്ഞേക്കുന്നു? കത്ത് നൽകിയത് ഷോണല്ലേ? അദ്ദേഹം തന്ന കത്തല്ലേ? ഓക്കെ, ഹാജരാകും. പി സി ജോർജ് നൽകിയ കത്ത് അപ്പോൾ പി സി ജോർജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി സി ജോർജ് ഹാജരാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മതവിദ്വേഷ പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ പോലീസിന് കീഴടങ്ങാൻ പോകുന്ന പി സി ജോർജിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പി സി ജോർജിൻ്റെ ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ ചില BJPയിലെ രാഷ്ട്രീയ നേതാക്കൾ, പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളടക്കം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവർക്ക് ആർക്കും പി സി ജോർജ് എവിടെയുണ്ട് എന്നത് മാധ്യമങ്ങളോട് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാര്യം പി സി ജോർജ് എവിടെയുണ്ടെങ്കിലും പോലീസിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അറസ്റ്റ് ഭയന്ന് സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം മാത്രമേ അറസ്റ്റ് വരിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഒരുപാട് പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ടല്ലേ അഞ്ജന? നേരത്തെ BJP സംസ്ഥാന നേതൃത്വം പി സി ജോർജിന് വേണ്ടത്ര പിന്തുണ നൽകുന്നില്ലെന്ന് കുടുംബത്തിന് പരാതി ഉള്ളതായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നു. ഇപ്പോൾ BJPയിലെ നേതാക്കൾ ഓരോരുത്തരായി വീട്ടിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഒരുപാട് നേതാക്കൾ ഈ സമയത്തിനകം തന്നെ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായും ജില്ലയിലെ BJP നേതൃത്വത്തിന്റെ ശക്തമായ പിന്തുണ തന്നെ പി സി ജോർജിനുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അവശേഷിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്, പി സി ജോർജ് എവിടെയാണ് എന്നുള്ള ചോദ്യം മാത്രമാണ് ഉയരുന്നത്. എന്തായാലും 10 മണിയോടുകൂടി ഹാജരാകുമെന്ന് ഷോൺ ജോർജും പി സി ജോർജും എല്ലാം തന്നെ അറിയിച്ചതാണ്. അതിനാൽ തന്നെ 10 മണിക്കകം തന്നെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പാർട്ടി പറയട്ടെ, പാർട്ടിയിലെ ഉന്നത നേതാക്കൾ പറയട്ടെ എന്നതാണ് ഷോണിന്റെ നിലപാട്. എന്തായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. പി സി ജോർജിന് എവിടെയെന്ന് കണ്ടെത്തിയാൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും. എന്തായാലും ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി ഈ വീടിന്റെ പരിസരത്തെല്ലാം തന്നെയുണ്ട്. ഈ വീട്ടിൽ പി സി ജോർജ് ഉണ്ടോ എന്നൊരു സംശയവും അവർക്കുണ്ട്. അതിനാൽ വീട് പരിശോധിക്കാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അതല്ല, വീട്ടിലല്ല, പുറത്താണെങ്കിൽ ഇവിടെ എത്തിയാൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. പി സി ജോർജ് സ്റ്റേഷനിലെത്തി അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് പോകില്ല എന്ന് കരുതുന്നു. എന്തായാലും പൂർണ്ണ പിന്തുണയാണ് ജില്ലാ നേതൃത്വം പി സി ജോർജിന് നൽകുന്നത്. സ്റ്റേഷനിൽ ഹാജരാകുകയാണെങ്കിലും ഈ നേതാക്കൾ എല്ലാവരും തന്നെ സമയത്തിനുള്ളിൽ വീണ്ടും നമ്മൾക്ക് ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങി വരേണ്ടി വരും. പി സി ജോർജ് എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. പി സി ജോർജിനെ നമുക്ക് കണ്ടെത്താം. പി സി ജോർജ് എത്തട്ടെ. അപ്പോൾ ആ സമയത്തേക്ക് ആ വാർത്തയിലേക്ക് നമ്മൾ തിരിച്ചു